അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കോട്ടക്കുന്നുമ്മലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓണോത്സവം വിപണന മേള നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാണ് വിപണന മേള ആയിട്ടൊരു സ്റ്റാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പോൾ വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആളുകളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ വൈകുന്നേരം ഇവിടെ പൂരപ്പറമ്പ് പോലെ മറ്റ് ബഹളമാവും കേട്ടോ. ഇവിടെ കോട്ടക്കുന്നുമ്മ എത്തി എല്ലാവരും ഉണ്ടാക്കുക ഒരു സ്റ്റാളിനുള്ള കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇങ്ങനെ കാർഡൊക്കെ ആയിട്ടും സ്റ്റാളൊക്കെ വരുന്നതും ഓണച്ചന്തയെ വരുന്നതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുഴപ്പമില്ല, കമ്പനിക്ക് കട്ടൊക്കെ നിൽക്കണം. ഞങ്ങൾ ഒരുപോലെയുള്ള രണ്ടൊരു ചങ്കും കൂടി കിട്ടിയിരിക്കണ്. അതുകൊണ്ട് പിന്നെ എല്ലാത്തിനും ധൈര്യമാണ് കേട്ടോ. നമ്മളെ പോലെ തന്നെ എന്തിനും തയ്യാറുള്ള വീട്ടമ്മയാണ് ഇവളും. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഹിന്ദി വായിക്കാൻ വന്നതല്ല അപ്പോൾ ഗൈസ് ഇവിടെ കണ്ടില്ല, ആരും ഇല്ല കേട്ടോ. വൈകുന്നേരമാണ് ഇവിടെ കോട്ടക്കുന്നുമ്മ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ വൈകുന്നേരമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒറ്റ കുട്ടിയില്ല, എല്ലാ സംഭവങ്ങളും കാലിയായി കിടക്കുക. എൻ്റെ ഐഫോണ് അത് ഭയങ്കര വെയിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കോട്ടക്കുന്നാണ് നമ്മുടെ കോട്ടക്കുന്ന്. കണ്ടില്ല, ഡിഫറൻ്റായി കിടക്കുന്ന ഒറ്റ കാറും വണ്ടിയും സംഭവങ്ങളും ഒന്നുമില്ല. ആ കാണുന്നതാണ് ഞങ്ങളെ മാൾ കേട്ടോ. വിപണന മേള ഓണം സ്പെഷ്യൽ അവിടെ ഓണോത്സവം വിപണന മേള. ഇവിടെയൊക്കെ മൊത്തം കാലി പറമ്പായിരിക്കണം ഗൈസ്. വൈകുന്നേരം ഇവിടെ ഭയങ്കര പൂരപ്പറമ്പായിരിക്കും. ഇപ്പൊ ഇവിടെ ഒറ്റ കുട്ടിയില്ല. വൈകുന്നേരം ഇവിടെ ഒരു പടയാവും അല്ലേ? ഇത് ഫുഡിൻ്റെ ഭാഗമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കണ ബിരിയാണി, പായസം, അതുപോലത്തെ ജ്യൂസ്, സദ്യ അതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സ്റ്റാളാണ് കേട്ടോ. ചായക്കടികളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പ്രൊഡക്ട്സാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ പരപ്പനങ്ങാടി ആ ഭാഗത്തു നിന്ന് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പരപ്പനങ്ങാടി ഭാഗത്തു നിന്നാണ് പായസം വെക്കാനൊക്കെ ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നല്ലൊരു വിപണന മേള തന്നെയാണ് കേട്ടോ കോട്ടക്കുന്നുള്ളത്. അപ്പോൾ ഇതാ സ്റ്റാളിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റാൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോ. ഇത് എങ്ങനെ പോവാം? എടുത്തോട്ടെ കല്ലാസിൻ്റെ ജസ്റ്റ് മീനാണെങ്കിൽ മീനും വെള്ളം പ്രശ്നമില്ല. അപ്പം അങ്ങനെ പറ്റിയ കഴിഞ്ഞിട്ടതാ നേരെ ഓപ്പോസിറ്റ് മുന്നിൽ വന്ന് പോയി കോളാക്കാനായിട്ട് നടക്കല പോലും അങ്ങനെ
തിന്നാൻ പഠിക്കും. ഞാനിപ്പോൾ പഠിക്കണ്ടേ ചിലർക്ക് പറ്റൂലേ ഇവിടെ സ്ഥലപ്പുഴ എല്ലാ ദിവസവും ഇന്നത്തെ റേറ്റ് നിർത്തി പോകണ്ട ഇതാണ് ഗൈസ് ഞങ്ങളുടെ സ്റ്റാൾ കേട്ടോ, ഞങ്ങളുടെ സ്റ്റാളാണ്. ഫോണിലാണ് വെറൈറ്റി ഐറ്റം കേട്ടോ. ഇത് പൂളോണ്ട് ഉണ്ടാക്കിയ എന്താണ് മക്രോണി മരിച്ചീനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനത്തെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ നമ്മളെ സ്റ്റാൾ ഇതാണ് കേട്ടോ, എല്ലാം ചെറിയ കാടമുട്ട കഴിച്ചിട്ട് നമ്മുടെ സ്റ്റാള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഉദ്ഘാടനം കാര്യങ്ങളും ഒക്കെ പിന്നീട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.